പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ എമൗണ്ട് കൂട്ടാൻ സാധിക്കും. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തംബ്നെയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മുടെ വീഡിയോ എന്തിനെ കുറിച്ചിട്ടാണെന്നുള്ളത്. സോ നമുക്ക് അധികം വലിച്ചു നീട്ടണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. യൂട്യൂബിലെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഡെയിലി ഒരു 2-3 ഷോർട്സ് എങ്കിലും ഇടാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക. അതിന് പറ്റിയില്ലെങ്കിൽ മിനിമം ഒരു ഷോർട്സ് എങ്കിലും ഒരു ദിവസം അപ്ലോഡ് ചെയ്തിരിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിൽ വലിയ ഇൻക്രീസും ഒന്നും കാണാൻ സാധിക്കില്ല. ചിലപ്പം ഷോർട്സ് ഒന്നും റീച്ച് ആയി തന്നെ വരില്ല, കുറച്ച് വ്യൂസ് മാത്രമേ ഉണ്ടാവൂ. എന്നാൽ പോലും അതിലൊന്നും ബാക്ക് ആവാതെ വീണ്ടും വീണ്ടും ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുന്നത്. ഒരു ഡേ നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യൂവേഴ്സ് അത് കാണുന്നുണ്ടോ, ഏത് ടൈമാണ് നിങ്ങളുടെ വ്യൂവേഴ്സ് കൂടുതലായിട്ട് യൂട്യൂബിലുള്ളത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ടൈമിന് വേണം നിങ്ങൾ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഷോർട്സ് ഏറ്റവും ലെങ്ത് കുറഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കൂടുതൽ ഇപ്പം നമുക്ക് 3 മിനിറ്റ് വരെ ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ യൂട്യൂബിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള നിങ്ങളൊക്കെ ഒരു 3 മിനിറ്റ്, ഇപ്പം ഞാനടക്കം ഒരാൾ 3 മിനിറ്റ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആരും കാണാനുണ്ടാവില്ല, കാരണം നമ്മളൊക്കെ ബിഗിനേഴ്സ് ആണ്. സോ അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ മിനിമം ലെങ്ത് കുറച്ചിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഒരു 12 സെക്കൻഡ് 15 സെക്കൻഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവർക്ക് സ്ക്രോൾ ചെയ്ത് പോയാലും നിങ്ങൾക്ക് ആ ഒരു വ്യൂ കണക്കാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ലെങ്ത് കൂടുതലുള്ള ഷോർട്സ് അപ്ലോഡ് ചെയ്യാതെ ലെങ്ത് പറ്റാവുന്നതിൽ അത്രയും കുറച്ചിട്ട് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും അല്ലേ, ഇവളെന്ത് ഇത്രയും സമയം വന്നിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇപ്പം ചെയ്യേണ്ടെന്ന് പറയുന്നത് കാരണമുണ്ട്, മനസ്സിലാക്കി തരേ. അതായത് നിങ്ങളിപ്പോൾ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തു യൂട്യൂബിൽ, അതിന് അത്യാവശ്യം വ്യൂസ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്, യൂട്യൂബ് അത് മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും നിങ്ങളുടെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന ഒരു ടൈം വന്നത്. അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ ഒരു ടൈമിന് ഷോർട്സ് ഇടാൻ പാടില്ല. കാരണം അങ്ങനെ നിങ്ങൾ ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബ് വ്യൂസ് തരുന്നത് നിങ്ങളുടെ ലേറ്റസ്റ്റ് ഇട്ട ഷോർട്സിനായിരിക്കും. നേരത്തെ വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്ന ലോങ് വീഡിയോ അവിടെ സ്റ്റക്കാവും, പിന്നെ അത് യൂട്യൂബ് അധികം അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലോങ് വീഡിയോസ് കയറിക്കൊണ്ടിരിക്കുന്ന ടൈം ആണെങ്കിൽ ആ ഒരു സമയം നിങ്ങൾക്ക് കുറച്ചൊന്ന് ഡിലേ ചെയ്തിട്ട് നിങ്ങളുടെ ഷോർട്സ് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് തീരെ ഷോർട്സ് ചെയ്യേണ്ടെന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ള, ടൈം കുറച്ചുകൂടി ഡിലേ ചെയ്യാം. ഇങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ലോങ് വീഡിയോസ് ആ ഒരു തരത്തിൽ വ്യൂസ് കയറിക്കൊണ്ടിരിക്കും. ഇനി പറയാനുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, ട്രെൻഡിങ് ആയിട്ടുള്ള ഓഡിയോസും വീഡിയോസും വെച്ചിട്ട് നിങ്ങൾക്ക് ഷോർട്സ് ചെയ്യാം. ചില ആൾക്കാരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, ഇത് എല്ലാവരും ചെയ്യുന്നൊരു ഓഡിയോ അല്ലേ, അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമല്ലേ, ഞാൻ എന്തിനാ ഇതേ ഓഡിയോ വെച്ചിട്ട് ചെയ്യുന്നത്, വലിയ റീച്ചൊന്നും കിട്ടൂല എന്നുള്ളത്. പക്ഷെ ഇത് ശരിക്കും തെറ്റായിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മളൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഓഡിയോ നമ്മൾ ചൂസ് ചെയ്തിട്ട് അത് ഷോർട്സ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് അത് കൂടുതൽ റെക്കമെൻഡേഷൻ പോകും. പിന്നെ ഈ ഓഡിയോ വെച്ചിട്ട് വീഡിയോ ചെയ്തവർക്കൊക്കെ, അതായത് ഷോർട്സ് ചെയ്തവർക്കൊക്കെ അത് റെക്കമെൻഡേഷൻ ആയിട്ട് പോകും. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുകയും ചെയ്യും, വീഡിയോ കുറച്ചുകൂടി റീച്ച് ആവുകയും ചെയ്യും. അപ്പം നെക്സ്റ്റ് ടൈം നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള യൂട്യൂബ് ടിപ്സ് വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ബൈ, താങ്ക് യു.